1986 ഏപ്രിൽ 26 ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ആണവ ദുരന്തത്തിൻ്റെ ദിവസം. യുക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിലെ റിയാക്ടർ 4 പൊട്ടിത്തെറിച്ചപ്പോൾ യൂറോപ്പ് മുഴുവൻ വിഷം നിറഞ്ഞ റേഡിയേഷൻ മേഘങ്ങളാൽ മൂടപ്പെട്ടു. ഒരു തലമുറയുടെ പേടി സ്വപ്നം. ആ ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ നശിപ്പിക്കപ്പെട്ട റിയാക്ടറിനെ അടക്കിപ്പിടിച്ച് സോവിയറ്റ് യൂണിയൻ തട്ടിക്കൂട്ടി ഒരു കോൺക്രീറ്റ് ശവപ്പെട്ടി നിർമ്മിച്ചു, അഥവാ സർക്കോഫാഗസ്. എന്നാൽ ആ പഴയ സർക്കോഫാഗസ് കാലപ്പഴക്കത്താൽ തകരുമെന്ന ഘട്ടമെത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു. 2.1 ബില്യൺ യൂറോയിലധികം ചെലവിൽ 100 വർഷം വരെ ഈ റേഡിയേഷനെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മൊബൈൽ സ്ട്രക്ചർ ഉയർന്നു വന്നു. ന്യൂ സേഫ് കൺഫൈൻമെൻറ്റ്, അഥവാ NSC. ചെർണോബിലിൻ്റെ പേടി സ്വപ്നത്തെ നൂറ്റാണ്ടുകളോളം അടക്കി നിർത്താനുള്ള ലോകത്തിൻ്റെ വാഗ്ദാനം. എന്നാൽ ഇന്ന് ആ വാഗ്ദാനം തകർന്നിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കറുത്ത കൈകൾ ചെർണോബിലിലേക്കും നീണ്ടു. 2025 ഫെബ്രുവരിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ NSC ഷീൽഡിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. 2025 ഡിസംബർ 5 പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. ചെർണോബിലിൻ്റെ സുരക്ഷിത കവചത്തിന് അതിൻ്റെ പ്രധാന ധർമ്മമായ റേഡിയേഷൻ തടയൽ ശേഷി നഷ്ടമായിരിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും മാരകമായ ആണവ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ഈ കവചത്തിന് എന്താണ് സംഭവിച്ചത്? ഈ തകർച്ച ആഗോള ആണവ സുരക്ഷയ്ക്ക് നൽകുന്ന ഭീഷണി എത്ര വലുതാണ്? വരൂ, ഈ വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നിലയ്ക്കാത്ത ഭീഷണിയായി മാറിയ ചെർണോബിലിൻ്റെ പുതിയ ദുരവസ്ഥ. ഫെബ്രുവരി 14 യുക്രൈൻ റഷ്യൻ സംഘർഷത്തിനിടയിൽ ചെർണോബിൽ ആണവ നിലയത്തിന് നേരെ വലിയൊരു ഡ്രോൺ ആക്രമണം നടന്നു. യുക്രൈൻ അധികൃതർ ഇതിനെ റഷ്യയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയത്. റഷ്യ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ആക്രമണം NSC കൺഫൈൻമെൻറ്റ് ആർച്ചിൻ്റെ പുറംപാളികളെ സാരമായി ബാധിച്ചു. ഒരു ഡ്രോൺ ആക്രമണത്തിന് 100 വർഷത്തെ ആയുസ് കണക്കാക്കി നിർമ്മിച്ച ഒരു ഭീമാകാരമായ കോൺക്രീറ്റ് സ്റ്റീൽ ഘടനയ്ക്ക് ഇത്രയധികം കേടുപാടുകൾ വരുത്താൻ കഴിയുമോ? ഇതൊരു ചോദ്യമാണ്. NSC വെറും ഒരു ഷീൽഡായിരുന്നില്ല. അത് റേഡിയേഷനെയും ഈർപ്പത്തെയും താപനില വ്യതിയാനങ്ങളെയും ചുഴലിക്കാറ്റിനെ പോലും ചെറുക്കാൻ കഴിവുള്ള 3 പാളികളുള്ള പാനലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സങ്കീർണ ഘടനയാണ്. ഈ പാനലുകൾക്കുള്ളിലൂടെ ചൂടുള്ള വരണ്ട വായു സംക്രമിപ്പിച്ച് ഈ നിർമ്മിതി തുരുമ്പെടുക്കുന്നത് തടയുന്ന വിധത്തിലായിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന. ഡ്രോൺ ആക്രമണം NSCയുടെ പുറം കവചത്തിൽ ഒരു വലിയ ദ്വാരം സൃഷ്ടിച്ചു. ഇത് NSCയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ അടിസ്ഥാനപരമായ താളത്തെ തെറ്റിച്ചു. കൃത്യമായ നിയന്ത്രണത്തിലായിരുന്ന അന്തരീക്ഷം പുറത്തേക്ക് തുറക്കപ്പെട്ടു. റേഡിയേഷനെ തടഞ്ഞു നിർത്താനുള്ള കൺഫൈൻമെൻറ്റ് ശേഷി ഈ കവചത്തിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ മറിയാനോ ഗ്രോസി സ്ഥിരീകരിക്കുന്നു. പ്രാഥമിക സുരക്ഷാ ധർമ്മങ്ങൾ, പ്രത്യേകിച്ച് റേഡിയേഷൻ തടയൽ ശേഷി NSCക്ക് നഷ്ടമായി. ഇതായിരുന്നു IAEAയുടെ നിർണായക കണ്ടെത്തൽ. നിലവിലെ റേഡിയേഷൻ നില സാധാരണമാണെങ്കിലും ഈ ഘടനയുടെ തകർച്ച കവചത്തിൻ്റെ ദീർഘകാല സുരക്ഷയ്ക്ക് ഗുരുതരമായ ഒരു ഭീഷണിയാണ്. ഈ കവചത്തിനുള്ളിലാണ് 1986 ഉരുകിപ്പോയ റിയാക്ടർ കോറിൻ്റെ അവശിഷ്ടങ്ങളും ടൺ കണക്കിന് ആണവ ഇന്ധനങ്ങളും അടക്കം ചെയ്തിരിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അപകടകാരികളാണ്. കവചത്തിൻ്റെ തകർച്ച പുറത്തുനിന്നുള്ള വെള്ളം ഉള്ളിലേക്ക് കടക്കാനും ഉള്ളിലെ റേഡിയോ ആക്റ്റീവ് പൊടിപടലങ്ങൾ പുറത്തേക്ക് വ്യാപിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതൊരു സ്ഥിരമായ സുരക്ഷാ ഭീഷണിയാണ് എന്ന് IAEA മുന്നറിയിപ്പ് നൽകുന്നു. ചെർണോബിലിൻ്റെ കഥ കേവലം ഒരു ആണവ നിലയത്തിൻ്റെ കഥയല്ല. അത് മനുഷ്യൻ്റെ പിഴവുകളുടെയും അതിജീവനത്തിൻ്റെയും അതിനുമപ്പുറമുള്ള സാങ്കേതിക വെല്ലുവിളികളുടെയും കഥയാണ്. ആദ്യത്തെ സർക്കോഫാഗസ് ഒരു താൽക്കാലിക പരിഹാരമായിരുന്നു. അത് തിബിക്കത്തിൽ നിർമ്മിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ആയുസ് 30 വർഷത്തിൽ താഴെയായിരുന്നു. അതിനുള്ളിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ മഴവെള്ളം കാരണം തുരുമ്പിച്ച കോൺക്രീറ്റിൻ്റെ വിള്ളലുകളിലൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ടായിരുന്നു. പുതിയ NSC നിർമ്മിച്ചത് ആ പഴയ ഘടനയെ പൂർണ്ണമായും പൊളിച്ചു മാറ്റി അപകടകരമായ ഇന്ധനം ശാശ്വതമായി നീക്കം ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ്. 2010 നിർമ്മാണം തുടങ്ങി 2019 പൂർത്തിയായ NSC
45-ലധികം ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ പൂർത്തിയാക്കിയ ഒരു അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ വിജയഗാഥയായിരുന്നു. 257 മീറ്റർ വീതിയും 108 മീറ്റർ ഉയരവുമുള്ള ഈ ഭീമൻ ആർച്ച് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും പ്രതിഭയുടെ തെളിവാണ്. എന്നാൽ 2022 ആരംഭിച്ച യുക്രൈൻ യുദ്ധം ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോണിൻ്റെ സുരക്ഷാ സാഹചര്യത്തെ താറുമാറാക്കി. റഷ്യൻ സൈന്യം ആദ്യം കീഴടക്കിയ സ്ഥലങ്ങളിലൊന്നായിരുന്നു ചെർണോബിൽ. ആണവ നിലയങ്ങൾ യുദ്ധത്തിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങളായിരുന്നു. ആക്രമണങ്ങളും വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ തകർത്തതും പലതവണ ചെർണോബിലിൽ ആശങ്കയുയർത്തി. ആണവ നിലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വൈദ്യുതി കൂടിയേ തീരൂ. എന്നാൽ NSAയ്ക്ക് നേരെയുണ്ടായ ഈ ഡ്രോൺ ആക്രമണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. സുരക്ഷാ കവചം തകരുക എന്നതിനർത്ഥം ആണവ ദുരന്തത്തിൻ്റെ ഭീഷണി ലോകത്തിനുമേൽ തൂങ്ങിക്കിടക്കുന്നു എന്നാണ്. IAEA ഈ ആണവ നിലയത്തിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തി. എന്നാൽ കോൺക്രീറ്റ് ഘടനയ്ക്കോ പ്രധാന താങ്ങു തൂണുകൾക്കോ തകരാറില്ലെങ്കിലും മേൽപ്പറഞ്ഞ കേടുപാടുകൾ ശാശ്വതമായി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈർപ്പവും മഴയും ഉള്ളിലേക്ക് കയറിയാൽ ഉള്ളിലെ റേഡിയോ ആക്റ്റീവ് മാലിന്യം തുരുമ്പെടുത്ത് കൂടുതൽ അപകടകരമാകും. അതുപോലെ ഘടനയ്ക്കുള്ളിലെ തുരുമ്പെടുക്കൽ നിരീക്ഷണം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ചെർണോബിൽ യുക്രൈനിലാണ്. എന്നാൽ അതിൻ്റെ ഭീഷണിക്ക് അതിരുകളില്ല. 1986 സംഭവിച്ചതുപോലെ ഒരു ചെറിയ റേഡിയേഷൻ ചോർച്ച പോലും കാറ്റിൻ്റെ ഗതി അനുസരിച്ച് യൂറോപ്പിലുടനീളം ജനജീവിതത്തെ ബാധിക്കാം. IAEAയുടെ റിപ്പോർട്ട് ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, അത് ലോകരാജ്യങ്ങൾക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. യുദ്ധം നടക്കുമ്പോഴും ആണവ സുരക്ഷ എന്നത് ഒരു പൊതു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ IAEA ഈ നിലയത്തിലെ കേടുപാടുകൾ പരിഹരിക്കാനായി വ്യക്തമായ ശുപാർശകൾ നൽകിയിട്ടുണ്ട്. തൽഫലമായി താൽക്കാലിക പരിഹാരങ്ങൾക്കപ്പുറം പൂർണ്ണമായ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്താനാണ് ധാരണ. മാത്രമല്ല, കവചത്തിനുള്ളിൽ ഈർപ്പം കയറുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ നവീകരിക്കാനും കൊറേഷൻ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ മെച്ചപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ഇതൊരു പ്രാദേശിക ഭീഷണിയല്ല, ലോകത്തിനുള്ള ഭീഷണിയാണ് എന്നാണ് ഈ വിഷയത്തിന്മേൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. ഇവിടുത്തെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് കോടിക്കണക്കിന് യൂറോയുടെ അധിക ധനസഹായം ആവശ്യമാണ്. യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സഹായത്തോടെ 2026 താൽക്കാലിക പരിഹാരങ്ങൾ പൂർത്തിയാക്കാനും യുദ്ധം അവസാനിച്ച ശേഷം പൂർണ്ണമായ പുനരുദ്ധാരണം നടത്താനുമാണ് നിലവിലെ ശ്രമം. യുദ്ധത്തിൻ്റെ കെടുതികൾക്കിടയിലും ചെർണോബിലിലെ ജീവനക്കാർ തങ്ങളുടെ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നു. അവരുടെ ആത്മസമർപ്പണം ലോകത്തിൻ്റെ ആണവ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ ആണവ നിലയങ്ങൾക്കെതിരായ എല്ലാ സൈനിക നടപടികളും പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ആഗോള ഉടമ്പടികൾക്ക് കൂടുതൽ പ്രസക്തിയേറുന്നു. ചെർണോബിൽ ഇന്നും ഒരു പാഠപുസ്തകമാണ്. ആണവ ശക്തിയുടെ വിനാശകരമായ വശം ലോകത്തിന് കാണിച്ചു തന്ന പേടിപ്പെടുത്തുന്ന ചരിത്രം. ദീർഘകാലമായുള്ള ആഗോള സഹകരണത്തിലൂടെയാണ് ഇതിൻ്റെ ഭീഷണി ഇതുവരെ തടഞ്ഞു നിർത്താനായത്. എന്നാൽ ഇന്ന് വെറും ഒരു ഡ്രോൺ ആക്രമണത്തിൽ ആ പ്രതിരോധം തകർന്നിരിക്കുന്നു. റേഡിയേഷൻ പുറത്തേക്ക് വരുന്നില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും NSAയ്ക്ക് അതിൻ്റെ തടയൽ ശേഷി നഷ്ടപ്പെട്ടു എന്ന IAEA റിപ്പോർട്ട് ഒരു ടൈം ബോംബിൻ്റെ ക്ലോക്ക് വീണ്ടും കറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. യുദ്ധങ്ങൾ ഭൂമിയുടെ അതിർത്തിക്കുള്ളിലാവാം, പക്ഷേ ആണവ ദുരന്തങ്ങൾ അതിരുകൾക്കപ്പുറമാണ്. ചെർണോബിലിൻ്റെ തകർന്ന ഷെൽട്ടർ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: ആഗോള ആണവ സുരക്ഷ എന്നത് ഒരു വിലപേശൽ വിഷയമല്ല, അത് മാനവരാശിയുടെ നിലനിൽപ്പിനായുള്ള അടിയന്തര ഉത്തരവാദിത്തമാണ്. ചരിത്രപരമായ ഒരു ആണവ ദുരന്തത്തിൻ്റെ ബാധ്യത വഹിക്കാനുള്ള ഈ ലോകത്തിൻ്റെ ശേഷി ഇപ്പോൾ വീണ്ടും പരീക്ഷിക്കപ്പെടുന്നു. യുദ്ധം അവസാനിച്ചാലും ചെർണോബിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അടിയന്തരമായി നന്നാക്കേണ്ട ഒരു ആഗോള സുരക്ഷാ പ്രതിസന്ധിയായി ചെർണോബിൽ നിന്നുള്ള ഈ നിശബ്ദ മുന്നറിയിപ്പിനെ ലോകം എങ്ങനെ നേരിടും? അതിന് കാലം ഉത്തരം നൽകും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യം. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക 9947590027.